തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം തന്നെയാണ് നിവിൻ പോളി. മുൻപ് പലവട്ടം തിയേറ്ററുകൾ ജനസാഗരമാക്കുവാനായി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം നിവിൻ പോളിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവാണ് സർവ്വം മായയിലൂടെ നമ്മൾ കാണുന്നത്. മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനത്തേക്ക് നിവിൻ പോളി കുതിച്ച് തിരിച്ചു വരുന്ന കാഴ്ച തന്നെയാണ് ഈ ഒരൊറ്റ സിനിമയിലൂടെ മലയാള സിനിമാ പ്രേമികൾക്ക് മുൻപിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സിനിമകൾ നിരൂപക പ്രശംസയിൽ മാത്രം ഒതുങ്ങിപ്പോയപ്പോൾ നിവിൻ പോളി എന്നുള്ള താരത്തിന്റെ കരിയർ അവസാനിച്ചു എന്നുവരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിവിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് എല്ലാ കുറവുകളും നികത്തിക്കൊണ്ട് തന്നെ മലയാള സിനിമ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവ്വം മായയിലൂടെ നിവിൻ പോളി ആ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ഇപ്പോഴത്തെ ആദ്യ വാരാന്ത്യ കളക്ഷനിൽ അമ്പരപ്പിക്കുകയാണ്. ക്രിസ്മസ് ദിനമായ വ്യാഴാഴ്ചയായിരുന്നു ചിത്രത്തിന്റെ റിലീസ്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി കേരളത്തിൽ നിന്ന് ചിത്രം നേടിയ ഗ്രോസ് 12.65 കോടി രൂപയായിരുന്നു. ആദ്യ 3 ദിവസങ്ങളെക്കാൾ കളക്ഷനാണ് ചിത്രം ഞായറാഴ്ച ഒറ്റ ദിനം കൊണ്ട് നേടിയിരിക്കുന്നത്. ട്രാക്കർമാരുടെ ആദ്യ കണക്കുകൾ പ്രകാരം ചിത്രം ഞായറാഴ്ച കേരളത്തിൽ നിന്ന് നേടിയത് 5.72 കോടി രൂപയായിരുന്നു. അങ്ങനെ കേരളത്തിൽ നിന്ന് ആദ്യ വാരാന്ത്യത്തിൽ ആകെ 18.37 കോടി രൂപയാണ് നിവിൻ പോളി ചിത്രം ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 6.70 കോടി രൂപ നേടിയെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. ഒരു നിവിൻ പോളി ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന സിംഗിൾ ഡേ ഗ്രോസ് ആണിത്. ഈ കളക്ഷനോടെ കേരള ബോക്സ് ഓഫീസിലെ ഒരു പ്രധാന ലിസ്റ്റിൽ നിവിൻ പോളി മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഈ വർഷം കേരളത്തിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രോസ് നേടിയ മലയാള സിനിമകളുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തേക്കാണ് സർവ്വം മായ എത്തിയിരിക്കുന്നത്. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങളാണ് സർവ്വം മായയ്ക്ക് മുന്നിലുള്ളത്. എമ്പുരാൻ 42.56 കോടി രൂപയും തുടരും 20.30 കോടി രൂപയുമായിരുന്നു കേരളത്തിൽ നിന്ന് ആദ്യ വാരാന്ത്യത്തിൽ നേടിയിരുന്നത്. 15 കോടി രൂപ നേടിയ കളം കാവലിനെയും 14 കോടി രൂപ നേടിയ DSR മൂവിയെയും മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വം, രേഖാചിത്രം എന്നീ ചിത്രങ്ങളെയും സർവ്വം മായ പിന്നിലാക്കിയാണ് ഇപ്പോൾ കുതിപ്പ് തുടരുന്നത്. ഇന്ന് തിങ്കൾ, നാളെ ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിലെയും പ്രീ ബുക്കിംഗ് തന്നെ ഇപ്പോൾ സർവ്വം മായ സിനിമയ്ക്ക് അനുകൂലമായി മാറിയിരിക്കുകയാണ്. തിയേറ്റർ ഫുൾ ഷോകളുമായി ചിത്രം മുന്നേറുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ മലയാളം എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.